ഹായ് നമസ്കാരം. പുതിയൊരു ബുക്ക് റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ആൽഫ ആയിട്ടാണ്. ടി.ഡി. രാമകൃഷ്ണൻ സാറിൻ്റെ. ഇദ്ദേഹത്തിൻ്റെ ഫ്രാൻസിസ് സിറ്റിക്കോറ ഞാൻ വായിച്ചിരുന്നു. വളരെ നല്ലൊരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ തന്നെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ആൽഫയെക്കുറിച്ച് പറയാനാണെങ്കിൽ ആൽഫ ശരിക്കും പറഞ്ഞ ഒരു ഡിഫറെൻറ്റ് പ്രമേയം തന്നെയാണ്. നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ആലോചിക്കാത്ത ഒരു തലത്തിലേക്ക് പോയ ഒരു കഥയാണിത്. ഇതിനകത്ത് ഉള്ളടക്കത്തിലും എല്ലാത്തിലും വ്യത്യസ്തതയുണ്ട്. റൈറ്റിംഗ് സ്റ്റൈലിൽ ഡിഫറൻസ് ഉണ്ട്. എല്ലാത്തിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. വായിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയ ഫീൽ ഞാൻ പറഞ്ഞു തരട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മൾ ചിന്തിക്കാത്ത, നമ്മൾ ഇതുവരെ ആലോചിക്കാത്ത ഒരു ഭാഗത്തേക്ക് നമ്മൾ ഒരു നോവൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഫീലാണ് നമുക്ക് തരിക. അപ്പോൾ ആ ഒരു ഫീൽ എനിക്ക് ശരിക്കും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു കഥയെക്കുറിച്ച് പറയാനാണെങ്കിൽ, ഉപലേന്ദു ചാറ്റർജി ആന്ത്രപ്പോളജി പ്രൊഫസറാണ്. ഇദ്ദേഹവും പിന്നെ 12 പേരും ഈ പറഞ്ഞ പോലെ വ്യത്യസ്ത മേഖലകളിൽ അവരുടെ കഴിവ് തെളിയിച്ച 12 വ്യക്തികളാണ്. അവർ ഈ 13 പേരെല്ലാവരും കൂടി ഒരു ദ്വീപിലേക്ക് പോവുകയാണ്. ആൽഫ എന്നാണ് ആ ദ്വീപിൻ്റെ പേര്. അവിടേക്ക് പോകുക എന്ന് വെച്ചാൽ വെറുതെ ജസ്റ്റ് ഫണ്ടിന് പോകുന്നതല്ല. അവർ ചെല്ലുന്നു. അവർ പിന്നീട് എല്ലാം അവരുപേക്ഷിക്കുകയാണ്. അതായത് അവരുടെ വേഷം, ഭാഷ, അതുപോലെ അവരുടെ അറിവ്, എക്സ്പീരിയൻസ് എല്ലാം ഉപേക്ഷിച്ച് ആ ഒരു സ്ഥലത്ത്, ആ ഒരു ദ്വീപിൽ അവർ താമസിക്കാൻ പോവാണ്. എത്ര കാലത്തേക്ക്? 25 വർഷത്തേക്ക്. ഇത് കേട്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ള ശ്വാസം പോയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് 25 കൊല്ലം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ തന്നെ കൂട്ടുകാരനായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകനായിട്ടുള്ള ഒരു ബാനർജി സാറ് ആളോട് 25 വർഷം കഴിഞ്ഞിട്ട് വന്ന് നോക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൂടുതലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 25 വർഷം ഇവരനുഭവിച്ച കാര്യങ്ങൾ അത് കുറച്ച് പേര് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പോയ വ്യക്തികൾ ആരൊക്കെയാണ്, അവരേതൊക്കെ ഫീൽഡിലാണ് ഉണ്ടായിരുന്നത്, അവരെക്കുറിച്ച് മൊത്തത്തിലൊരു നറേഷൻ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു അതുമുണ്ട്. എല്ലാം എനിക്കിഷ്ടപ്പെട്ടു. വളരെ നല്ല രീതിയിൽ എഴുതിയിരിക്കുന്നതാണ്. കാരണം ടി.ഡി. രാമകൃഷ്ണൻ്റെ എഴുത്തെന്ന് പറയുന്നത് നമ്മൾക്കിങ്ങനെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ളൊരു എഴുത്താണ്. അതായത് നമുക്ക് വേഗം വായിച്ച് പോകാൻ തോന്നും. അത്രയും ഇഷ്ടപ്പെടും. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ ഡിസപ്പോയിൻ്റ് ചെയ്യിപ്പിച്ച ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ എൻഡാണ്. എനിക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇത്രയും നല്ലൊരു പ്രമേയം വളരെ പെട്ടെന്ന് ചുരുക്കിയ പോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഇതിൻ്റെ അവസാനം എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു. എനിക്ക് നെഗറ്റീവായിട്ട് പറയാനുള്ളതും അത് തന്നെയാണ്. അവസാനം എനിക്ക് വല്ലാതെ വേദന തന്നു. കാരണം ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തൊരു പുസ്തകമാണ്, അതിങ്ങനെ ആയിപ്പോയി. ഇനി ഇതിൻ്റെ പബ്ലിഷറെ കുറിച്ച് പറയാനാണെങ്കിൽ, ഇത് DC ബുക്സ് ആണ് പബ്ലിഷറായിട്ട് വന്നിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ വില 160 രൂപയാണ്. അപ്പോൾ വായിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിച്ച് നോക്കൂ. ഒരു വ്യത്യസ്ത പ്രമേയം തന്നെയാണ്. താങ്ക്